ഈ ശൈവനിലയത്തിന്റെ മാറിൽ ചാരം കിടന്നാൽ, അത് നനയാതിരുന്നാൽ, അതിൽ ജലത്തിന്റെ പാർവതിയുടെ സ്പർശമില്ലെങ്കിൽ അത് എത്ര നാള് വേണമെങ്കിലും ഭസ്മമായി തന്നെ കിടക്കും. ചാരം ഒരിക്കലും ഈ ഭൂമി ശരീരമായി ചേർക്കുന്നില്ല, ശരീരമായി മാറുന്നില്ല. ശിവൻ അതിനെ ശരീരത്തിന്റെ ഭാഗമാക്കുകയില്ല. ആ ചാരത്തെ പാർവതിയുടെ സ്പർശത്താൽ, ജലത്തിന്റെ സ്പർശത്താൽ അതിനെ അലിയിപ്പിച്ച് വൈകുണ്ഠ ലോകത്തേക്ക്, അതായത് സസ്യലോകത്തിന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ച് 1 വർഷം കഴിയുമ്പോൾ അത് വീണ്ടും മണ്ണായി, ഈ ഇലകളായി, കൊഴിഞ്ഞ് കരികിലകളായി. നമ്മൾ കരികില എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയില്ല കരികില എന്താണ്. ഓരോ കരികില കൊഴിയുമ്പോഴും അത് നമ്മളുടെ പിതൃവിന്റെ ശരീരാംശമായി കാണുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു, ശാസ്ത്രലോകം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വൈകുണ്ഠ ലോകത്തു നിന്നും കൊഴിഞ്ഞു വീഴുന്ന ഓരോ പത്രങ്ങളും ഈ മണ്ണിലേക്ക് പതിക്കുമ്പോൾ നമ്മളുടെ പിതൃവിന്റെ ശരീരാംശം തന്നെയാണ് ആ മണ്ണിലേക്ക് പതിക്കുന്നത്.